ടു മാത്തമാറ്റിക്സ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സിസ്റ്റൻസ് തിയറമാണ് ലാസ്റ്റ് പ്രൂവ് ചെയ്തത്. ഇനി നമുക്ക് കുറച്ച് കൂടുതൽ ലാപ്ലേ ട്രാൻസ്ഫോം, സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേ ട്രാൻസ്ഫോം ഒക്കെ നമ്മൾ കണ്ടു. ഇനി കുറച്ച് കൂടുതൽ ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേ ട്രാൻസ്ഫോം കാണാനുള്ള എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ അയക്കാം. ഓക്കെ, നിങ്ങളതൊക്കെ ചെയ്തിട്ട് ഇതിൽ തന്നെയുള്ള ആൻസറായിട്ട് കമ്പയർ ചെയ്ത് വെരിഫൈ ചെയ്തതിന് ശേഷം തിരിച്ചയക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകുന്നത് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ലാപ്ലേ ഓഫ് എഫ് ഓഫ് ടി. ഇഫ് ലാപ്ലേ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, then we say Laplace inverse of capital F of S is equal to small f of t. For example, Laplace transform of e raised to at is equal to 1 by s minus a. നമുക്കറിയാം Laplace of e raised to at is 1 by s minus a. So we write Laplace inverse of 1 by s minus a is e raised to at. Similarly, വേറൊരു എക്സാമ്പിൾ, രണ്ടാമത്തെ എക്സാമ്പിൾ, ലാപ്ലേ ഓഫ് 1 is equal to what? 1 by s. So Laplace inverse of 1 by s is equal to 1. Okay, similarly, അപ്പോൾ നമുക്ക് Laplace inverse of capital F of s is equal to small f of t എന്ന് പറയും എപ്പോൾ? Laplace of small f of t capital F of s ആവുമ്പോൾ. ഓക്കെ, വളരെ സിമ്പിളാണ്. ഓക്കെ, സോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അങ്ങനെയാണെങ്കിൽ ഇൻവേഴ്സ് ലാപ്ലേ ട്രാൻസ്ഫോമിനും എന്ത് പ്രത്യേകത ഉണ്ട്? ലീനിയാരിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. എന്താ ലീനിയാരിറ്റി പ്രോപ്പർട്ടി? നമ്മൾ കണ്ടു ലാപ്ലേ ട്രാൻസ്ഫോമിനുള്ള ലീനിയർ പ്രോപ്പർട്ടി. എന്താ ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലാപ്ലേ ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ടി എന്ത് വരും? ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എഫ് ഓഫ് ടി എന്ത് വരും? കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തിട്ട് ലാപ്ലേ ഓഫ് എഫ് ഓഫ് ടി ചെയ്താൽ മതി. അതേപോലെ തന്നെ ലാപ്ലേ ഓഫ് ലാപ്ലേ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു ലാപ്ലേ ഓഫ് എഫ് ഓഫ് ടി plus Laplace of g of t. Laplace of sum of two function is equal to sum of Laplace of two functions. ഓക്കെ, ഓരോന്നിനെ ലാപ്ലേ ട്രാൻസ്ഫോം കണ്ടിട്ട് കൂട്ടിയാൽ മതി. ലാപ്ലേ ഓഫ് സൈൻ എ ടി പ്ലസ് കോസ് എ ടി ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലാപ്ലേ ഓഫ് സൈൻ എ ടി പ്ലസ് കോസ് എ ടി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ലാപ്ലേ ഓഫ് സൈൻ എ ടി വേറെ കാണുക, ലാപ്ലേ ഓഫ് കോസ് എ ടി വേറെ കാണുക, എന്നിട്ട് കൂട്ടിയാൽ മതി. ലാപ്ലേ ഓഫ് സൈൻ എ ടി വേറെയും ലാപ്ലേ ഓഫ് കോസ് എ ടി വേറെയും കണ്ടിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ, അങ്ങനെ പ്രത്യേകത. അതുപോലെ ഇത് രണ്ടിനും കൂടി നമുക്ക് കോമൺ ആയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം. ലാപ്ലേ ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ലാപ്ലേ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് ബി ഇൻറ്റു ലാപ്ലേ ഓഫ് ജി ഓഫ് ടി. ഇത് ഒറ്റ സ്റ്റെപ്പിൽ എഴുതില്ല. ഈ രണ്ട് സ്റ്റെപ്പായിട്ട് ചുരുക്കി സിമ്പിളായിട്ട് എഴുതുന്നതിന് പകരം ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. കുറച്ചും കൂടി മനസ്സിലാവുക ഇതാണ്, ഇത് രണ്ടെണ്ണം ആയതുകൊണ്ട്. അപ്പോൾ കോൺസെപ്റ്റ് പുറത്തെടുക്കുക. അതുപോലെ സമ്മിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടിട്ട് കൂട്ടുക. ഈ രണ്ട് പ്രോപ്പർട്ടിയും കൂടി കൂടിയിട്ട് ഒറ്റ രീതിയിൽ എഴുതി, ഒറ്റ ലൈനിൽ എഴുതിയതാണ് ഇത്. ഇതാണ് എന്ത്? ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ. അത് നമുക്ക് ലാപ്ലേസ് ഇൻവേഴ്സിനുണ്ടെന്നാണ് പറയുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ലീനിയാരിറ്റി പ്രോപ്പർട്ടി നമ്മൾ സ്റ്റേറ്റ്മെൻറ്റും എഴുതി, പ്രൂഫും കൊടുത്തു. പക്ഷേ ഇൻവേഴ്സിൻ്റെ പ്രൂഫ് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിലബസിലില്ല. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ലീനിയാരിറ്റിക്ക് പ്രൂഫ് വേണ്ട, തിയറം നമുക്ക് പറയാം. ഓക്കെ, ലെറ്റ് എഫ് ഓഫ് ടി ആൻഡ് ലെറ്റ് എഫ് ഓഫ് എസ് ആൻഡ് ജി ഓഫ് എസ് ബി ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ഓഫ് small f of t and small g of t respectively, then Laplace inverse of a into f of s plus b into g of s is equal to a into Laplace inverse of f of s plus b into Laplace inverse of g of s, which is equal to a into what is Laplace inverse of f of s? നോക്ക്, എഫ് ഓഫ് എസും ജി ഓഫ് എസും ആരുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടിയുടെയും ജി ഓഫ് ടിയുടെയും റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞത്. റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി എഫ് ഓഫ് എസ് ആണ്, ലാപ്ലേസ് ഓഫ് ജി ഓഫ് ടി ജി ഓഫ് എസ് ആണ്. ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി എഫ് ഓഫ് എസ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലാപ്ലേസ് ഓഫ് എഫ് ഓഫ് ടി ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് എന്താ? സ്മോൾ എഫ് ഓഫ് ടി ആണ്. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്താ? ക്യാപിറ്റൽ എഫ് ഓഫ് എസിനെ എങ്ങോട്ട് എടുത്താൽ എഫ് ഓഫ് ടീനെ അങ്ങോട്ട് കൊണ്ടുപോകുക. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ടി, ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ടി വരിക, ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് വരിക എഫ് ഓഫ് ടി ആണ്.
അല്ല എല്ലിനെ അങ്ങോട്ട് കൊണ്ടുപോകുക. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. അപ്പോൾ ഇതുവരെ എ ഇൻറ്റു എഫ് ഓഫ് ടി, സിമിലർലി ബി ഇൻറ്റു ജി ഓഫ് ടി. അപ്പോൾ ഇതാണ് എന്ത് ലീനിയാരിറ്റി ഓഫ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ തിയറായിട്ട് എന്താ എഴുതേണ്ടത്? തിയറം ലീനിയാരിറ്റി ഓഫ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ലീനിയാരിറ്റി ഓഫ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് തിയറം എഴുതിയിട്ട് എഴുതുക. Let f of s and g of s be Laplace transform of f of t and g of t respectively. Then Laplace inverse of a into capital F of s plus b into g of s is equal to a into Laplace inverse of capital F of s plus b into Laplace inverse of capital G of s. That is a into f of t plus b into g of t. Okay. അങ്ങനെയാണെങ്കിൽ ലീനിയാരിറ്റിയും ഉപയോഗിച്ചിട്ട് നമുക്ക് കുറേ പ്രോബ്ലംസ്, അപ്പോൾ കുറേ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിൻ്റെയും ലാപ്ലേസ് ഇൻവേഴ്സ് നമുക്ക് കാണാം. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ്റെയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയാം നമുക്ക് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എ ഇൻറ്റു 1/s അല്ലെങ്കിൽ 5 ഇൻറ്റു 1/s 5/s പ്ലസ് 3/s മൈനസ് 2 ഇങ്ങനെ കാണണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാന്നാണ് പറഞ്ഞത്? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 5/s ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് ഇത് രണ്ടും സ്പ്ലിറ്റ് ചെയ്യുക. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 5/sനെ 5 ഇൻറ്റു 1/s എഴുതാം പ്ലസ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 3/s മൈനസ് 2 which is equal to 5നെ പുറത്തെടുക്കാന്നാണ് പറയുന്നത്. 5 ഇൻറ്റു ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s എന്താ 1, 5 ഇൻറ്റു 1 പ്ലസ് 3 പുറത്തെടുത്താൽ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് 2 എന്താ e⁻²t അല്ലേ? e⁻²tൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണല്ലോ 1/s മൈനസ് 2. അപ്പോൾ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് 2 എന്താ വരിക? e⁻²t. സോ 5 പ്ലസ് 3 e⁻²t ആണ് ആൻസർ. 5 പ്ലസ് 3 e⁻²t 5 പ്ലസ് 3 e⁻²t ആണ് നമ്മുടെ ലാപ്ലേസ് ഇൻവേഴ്സ് വരുന്നത്. ഓക്കെ. അപ്പോൾ അതേപോലെ നമുക്ക് കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് തന്നെ ആയിക്കോട്ടെ. ഒന്ന് 5/s പ്ലസ് 3 ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 5/s പ്ലസ് 3 2 2π/s പ്ലസ് π 3 1/s square plus 25 4 12/s square plus 16 5 s square s/s square plus 25 s/s square plus 25. ഇനിയുണ്ട് ഒരു 6 ഫംഗ്ഷൻ. ആ 6 ഫംഗ്ഷനും ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് ഞാൻ അയച്ചു തരാം. ഈ 5 നമ്മൾ ചെയ്ത് നോക്കുക. ഈ 5 ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഇത് എന്താ? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ഒന്നാമത്തെ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 5/s plus 3 which is equal to 5 into ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s plus 3 which is equal to 5 into 1/s plus 3 ലാപ്ലേസ് ഇൻവേഴ്സ് എന്താ e⁻−3t. s plus 3 എന്ന് പറഞ്ഞാൽ ശരിക്കും അതെന്താ s മൈനസ് 3. അപ്പോൾ s മൈനസ് a ആണല്ലോ e⁻8t. അപ്പോൾ s പ്ലസ് അല്ലെങ്കിലും ഇങ്ങനെ അറിയാം ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s plus a എന്ന് പറഞ്ഞാൽ എന്താ e⁻−8t അങ്ങനെയും പറയാം. s plus 3 തന്നെ ആയിക്കോട്ടെ. s plus 3 ആകുമ്പോൾ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s plus a എന്ന് പറഞ്ഞാൽ e⁻−8t. അപ്പോൾ s plus 3 എന്ന് പറഞ്ഞാൽ e⁻3t. ഓക്കെ. രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ 1/s ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s square plus 25. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? 1/s square plus 25 ആവുമ്പോൾ നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 5/s square plus 25 നമുക്കറിയാം. അതെന്താ 5/s square plus 25 എന്താ a/s square plus a square. ഇറ്റ് ഈസ് sin 8t sin 5t. പക്ഷെ ഇവിടെ 5 ഉണ്ടോ? ഇല്ല. ഇവിടെ 5 ഇല്ല. പക്ഷെ നമുക്കറിയാം കോൺസ്റ്റന്റിന് ഉള്ളിലേക്കും പുറത്തേക്കൊക്കെ ഏകദേശം എടുക്കുക ലീനിയാരിറ്റി പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/5 ഇൻറ്റു 5/s square plus 25 എന്ന് വിചാരിക്കുക. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡും ചെയ്തു. എന്നിട്ട് ഈ 1/5നെ പുറത്തെടുക്കുക. 1/5 ഇൻറ്റു ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 5/s square plus 25 which is equal to 1/5 ഇൻറ്റു ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 5/s square plus 25 എന്താ sin 5t. സോ 1/5 ഇൻറ്റു sin 5t ആണ് ഇതിലെ മൂന്നാമത്തെ ആൻസർ വരുന്നത്.
മൂന്നാമത്തെ ആൻസർ. ഇനി രണ്ടാമത്തതിൻ്റെ ആൻസർ നോക്കുക. രണ്ടാമത്തെ എന്തായിരുന്നു ചോദ്യം? 2π/s+π 2π/s+π ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ഈസ് ഈക്വൽ ടു 2π കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 2π നമുക്ക് പുറത്തെടുക്കുക. പിന്നെ എന്താണ് 2π ഇൻറ്റു ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s+π. അതെന്താ 1/s+π എന്നാണ് എന്താ e⁻ πt 2π ഇൻറ്റു e⁻ πt 2π ഇൻറ്റു e⁻ πt ആണ് ആൻസർ. അപ്പോൾ 1 2 3 ആയി. ഇനി നാലാമത്തത് എന്ത് വരും? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 12/s² + 16 which is equal to ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 3 × 4/s² + 4². നോക്ക് ഇവിടെ 16 എന്ന് പറഞ്ഞാൽ 4² 4² ഇവിടെ ഉണ്ടാകുമ്പോൾ ഇവിടെയും 4 മുകളിലും 4 വരണം. ഒന്നുകിൽ 4 വരണം അല്ലെങ്കിൽ എസ് വരണം. നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് s/s² + 4² എന്താ? cos 40. പക്ഷെ ഒന്നുകിൽ എസ് വരണോ അല്ലെങ്കിൽ 4 വരണോ. 4 വരികയാണെങ്കിൽ 4/s² + 4² ആണെങ്കിൽ sin 40. അപ്പോൾ ഒന്നുകിൽ sin 40 sin 80 അല്ലെങ്കിൽ cos 80 ഒക്കെ വരണമെങ്കിൽ cos വരണമെങ്കിൽ എസ് മുകളിൽ വേണം, അല്ലെങ്കിൽ സൈൻ വരണമെങ്കിൽ 4 വരണം. അപ്പോൾ ഇവിടെ എസ് എന്തായാലും നമുക്ക് പുതിയത് വെറുതെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എസ് നമുക്ക് തോന്നിയ പോലെ മുകളിലും താഴെയും കൊടുക്കാനൊന്നും പറ്റില്ല. എസ് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെ ഡിവൈഡും ചെയ്യുന്ന അതിനെ പുറത്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ 4 പോലെയുള്ള കോൺസ്റ്റൻറ്റിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. കോൺസ്റ്റൻറ്റ് 4 12നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് 3 × 4 ആക്കി. എന്നിട്ട് അപ്പോൾ 3 അവൻ പുറത്തെടുക്കുക. 3 പുറത്തെടുത്താൽ എന്താ വരിക? 3 പുറത്തെടുത്താൽ 4/s² + 4² ലാപ്ലേസ് ഇൻവേഴ്സ് എന്താ? sin 40 3 sin 40 എന്ന് വരും. 3 sin 40. അഞ്ചാമത്തതിൻ്റെ ആൻസർ എന്താ വരിക? അഞ്ചാമത്തത് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s/s² + 25. നേരിട്ടാണിത് s/s² + ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s/s² + 5² ആണത്. എന്താ സാധനം? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s/s² + 5² cos 5t. ഇങ്ങനെ 5 എണ്ണം ഞാൻ ചെയ്തു. ഇനി ഒരു 6 എണ്ണം ഇതേപോലെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം, PDF ആയിട്ട് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. ദെൻ ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് s+1/s² + 1. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ഇനി 2-3 ക്വസ്റ്റ്യൻ വേറെ ഒന്ന് s+1/s² + 1. s+1/s². വേറൊരു ക്വസ്റ്റ്യൻ 5s/s² + 36. 5s/s² + 36 ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ഈക്വൽ ടു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ a1/s. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് a1/s + a2/s² + a3/s³. നാലാമത്തെ ക്വസ്റ്റ്യൻ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് b1/s + b2/s² + b3/s³ + b4/s⁴. ഓക്കെ. ഇതിൻ്റെ 4ൻ്റെ ആൻസർ നോക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക? ഇതിനെനിക്ക് ഇങ്ങനെ എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s/s² + 1 + 1/s² + 1 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s/s² + 1 എന്താ? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s/s² + 1 ഈസ് cos 1t പ്ലസ് 1/s² + 1² എന്താ? sin t. cos t + sin t ആണ് ആൻസർ. ഇനി രണ്ടാമത്തേൻ്റെ ആൻസർ എന്താ? 5 പുറത്തെടുത്താൽ 5 × s/s² + 36 എന്ന് പറഞ്ഞാൽ എന്താ? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s/s² + 36 എന്താ? cos 60. 5 × cos 60. ഇനി മൂന്നാമത്തെ എന്താ വരിക? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് വിച്ച് ഈസ് ഈക്വൽ ടു ലാപ്ലേസ് ഇൻവേഴ്സ്. ഇവിടെ ശരിക്കും ഇവിടെ ആയിട്ട് എഴുതേണ്ടത് ലാപ്ലേസ് ഇൻവേഴ്സ്. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത സ്റ്റെപ്പ് ഇവിടെ എഴുതണം. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് a1/s + ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് a2/s² + ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് a3/s³ which is equal to a1 × ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s is 1. a1 × 1 plus a2 × ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s² എന്താ? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s² വരെ t. ലാപ്ലേസ് ഓഫ് t ആണ് 1/s². അപ്പോൾ a2 × t plus a3 × 1/s³ ലാപ്ലേസ് ഇൻവേഴ്സ് എന്താ? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s³ എന്താ? നമുക്കറിയാം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്
ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ടി റേസ് ടു എൻ ഈസ് n ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു n പ്ലസ് 1 2 ഫാക്ടോറിയൽ ബൈ എസ് ക്യൂബ് ആണ് 2 ഫാക്ടോറിയൽ ബൈ എസ് ക്യൂബ്. അപ്പോൾ ലാപ്ലേ ഓഫ് ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്താ വരിക? ലാപ്ലേ ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ വരിക 1 ബൈ എസ് ക്യൂബ് ആണ് അല്ലേ? ഈ 2 ഫാക്ടോറിയൽ ഇങ്ങോട്ട് എടുക്കുക. ലാപ്ലേ ട്രാൻസ്ഫോം ഓഫ് ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ആണ് 1 ബൈ എസ് ക്യൂബ്. അപ്പോൾ ലാപ്ലേ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് ക്യൂബ് എന്താ? ലാപ്ലേ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് ക്യൂബ് വരിക ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. സോ ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. സോ a1 പ്ലസ് a2t പ്ലസ് a3 ഇൻറ്റു ടി സ്ക്വയർ ബൈ 2 ഇതാണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ. ഇതും അതേപോലെ നമുക്ക് കിട്ടും b1 പ്ലസ് b2t പ്ലസ് b3 ഇൻറ്റു ടി സ്ക്വയർ ബൈ 2 പ്ലസ് b4 ഇൻറ്റു ടി ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ 6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേപോലെ എല്ലാത്തിൻ്റെയും ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ അടുത്ത നമുക്ക് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷനാണ് ചെയ്യാനുള്ളത്, അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ താങ്ക് യു.